نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه ഏറെ ബഹുമാനം നടന്നു സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരങ്ങളെ സഹോദരിമാരെ പടച്ചറപ്പിന്റെ അജ്ഞാന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി മുവഹ്ഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്ന പ്രത്യേകമായ ഒരു ഉപദേശമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ നിങ്ങൾ എപ്പോഴും യോജിച്ചുകൊണ്ട് അവരോട് കൂടെ നിങ്ങൾ സഞ്ചരിക്കണം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നമ്മൾ ഓർക്കാൻ വേണ്ടി ആ റബ്ബിനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകാൻ വേണ്ടി പഠിപ്പിക്കുന്ന കാര്യമാണ് അലം യഅലം ബിഅന്ന അല്ലാഹ യറാ, അല്ല നീ അറിയുന്നില്ലേ നിന്റെ റബ്ബ് നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത്. നീ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നിന്റെ റബ്ബ് എന്നത് നീ അറിയുന്നില്ലേ എന്ന റബ്ബിന്റെ ചോദ്യം സഹോദരങ്ങൾ എപ്പോഴും നമ്മുടെ നെഞ്ചകത്ത് ഉണ്ടാകേണ്ട ഒരു വാചകമാണ്. അറിയുന്നില്ലേ,
ഒരു ക്യാമറ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ തന്റെ കയ്യിലിരുന്ന ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ച് വരാൻ നമ്മൾ അല്ലെ? ഒരു ക്യാമറക്ക് വേണ്ടി നാം ചെയ്തു പോകുന്ന തിന്മകളെ ഒരു മാറ്റത്തിൽ നമ്മൾ വിധേയമാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം നമ്മെ സൃഷ്ടിച്ച റബ്ബ് നമ്മളോട് നമ്മുടെ നന്മക്ക് വേണ്ടി പറഞ്ഞു തരുന്ന കാര്യമാണ്, എന്റെ നോട്ടം എപ്പോഴും നിന്റെ കൂടെയുണ്ട്. ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായി കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളൊക്കെ രക്ഷപ്പെടും. ഈ ചിന്ത നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും ചിന്മകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച ചെയ്തൊരു വിഷയം പെരിന്തൽമണ്ണയിലെ ഒരു ചായക്കടക്കാരനായ കുട്ടിയുടെ വിഷയമായിരുന്നു അല്ലെ? കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ മാധ്യമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ രാത്രി 9 മണിക്ക് വന്നു നിന്ന് തന്റെ അടുക്കലുള്ള ആളുകൾക്ക് ചായ വിതരണം ചെയ്തൊരു കുട്ടിയുടെ വാർത്ത നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ആ കുട്ടിയുടെ വാർത്ത വല്ലാത്ത വേദനയാണ്. 10 വയസ്സുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ ഉമ്മ ചില മാനസിക പ്രശ്നങ്ങൾ ഉമ്മാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു കുട്ടിയെ ഉമ്മക്കുണ്ട്. ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ 3 മക്കളടങ്ങുന്ന ഒരു ഉമ്മയടങ്ങുന്ന 4 മാസം മുമ്പ് പിതാവ് മരണപ്പെട്ട ആ കുട്ടിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞ ഉത്തരങ്ങളാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നമ്മളുണ്ടായിട്ട്, നമ്മുടെ ഭാര്യയുണ്ടായിട്ട് നമ്മുടെ മക്കൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഉത്തരങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കണം. ആ കുട്ടി പറഞ്ഞ ഉത്തരങ്ങളിൽ ഒന്നാമത്തേത് എനിക്ക് നന്നായിട്ട് പഠിക്കണമെന്നതാണ്. ആ കുട്ടി പറഞ്ഞ ഉത്തരങ്ങളിൽ ഒന്നാമത്തേത് എനിക്ക് നന്നായിട്ട് പഠിക്കണം. ഈ കാലഘട്ടം വിദ്യാഭ്യാസത്തെ ഏറെ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധ നേടുന്ന ഒരു കാലഘട്ടമാണല്ലോ. പഠിക്കാതിരുന്നിട്ട് കാര്യമില്ല, പഠിക്കണം. രണ്ടാമത് ആ കുട്ടി പറഞ്ഞത് എനിക്ക് ദീൻ പഠിക്കണം, മദ്രസയിൽ പഠിക്കണം, എനിക്ക് മതം പഠിക്കണം, നിസ്കാരം പഠിക്കണം, അതിലെ പ്രാർത്ഥനകൾ പഠിക്കണം, അത് കൃത്യമായി നിർവഹിക്കാൻ എനിക്ക് പഠിക്കണം എന്നതാണ് രണ്ടാമത് അവൻ പറഞ്ഞ മറുപടി. മൂന്നാമത് അവൻ പറഞ്ഞ മറുപടി എന്തായോ, എന്റെ ഉമ്മയെ പൊന്നുപോലെ നോക്കണം. ഭ്രാന്തിയായ ബോധമില്ലാത്ത ഉമ്മനെ ഏതെങ്കിലും വഴിയിൽ ഒഴിവാക്കി ജീവിക്കണം എന്നല്ല 10 വയസ്സുകാരന്റെ മറുപടി. എന്റെ ഉമ്മയെ എനിക്ക് പൊന്നുപോലെ നോക്കണം. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇത്ര നാള് ജീവിച്ചിട്ട് എന്നെങ്കിലും ആ ചിന്ത നമ്മളിലേക്ക് വന്നിട്ടുണ്ടോ? അപ്പേ ഞാൻ പഠിക്കുന്നുണ്ട്, പഠിക്കുന്ന കുട്ടികളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ? വലിയ വലിയ പഠനങ്ങളിൽ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ വലിയ ഉത്തുംഗതയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് എന്റെ ഉമ്മ 9 മാസം എന്നെ ഗർഭപാത്രത്തിൽ എന്നെ ചുമന്ന് എന്നിട്ട് മരണതുല്യമായ വേദന സഹിച്ച് ഏതുപോലെ അറിയോ, ശരീരത്തിലെ എല്ലാ അസ്ഥികളും അതിങ്ങനെ നുറുങ്ങിപ്പോകുമാറ് വേദന അനുഭവിച്ചുകൊണ്ട് ഒരു ഉമ്മ പ്രസവിക്കുമ്പോ അതിൽ നിന്നുണ്ടായതാ ഞാനും നിങ്ങളൊക്കെ. നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് എന്റെ ഉമ്മക്ക് ഇങ്ങനെ പ്രയാസപ്പെട്ടതിനൊക്കെ ഒരു അവധി വരുത്തണം. എനിക്ക് ഒരു ഒഴിവ് സമയം കിട്ടുമ്പോ എനിക്ക് ദീനിലേക്കൊന്ന് ഉയർന്ന് പഠിക്കാനും അതിലേക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ പറ്റണം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അബസയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ ഒരു സമയത്തെ കുറിച്ച്, യൗമ, ഒരു ദിവസമുണ്ട്, യഫിറുൽ മർഉ മിൻ അഖി, അവൻ തന്റെ സഹോദരനിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. കൂട്ടുകാരില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, കൊച്ചാപ്പയില്ല, മുത്താപ്പയില്ല, ഭാര്യയില്ല, എല്ലാവരിൽ നിന്നും ഓടിപ്പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറയാം. അവന്റെ ഉമ്മയിൽ നിന്ന്, അവന്റെ ബാപ്പയിൽ നിന്ന്, അവന്റെ ഭാര്യയിൽ നിന്ന്, അവന്റെ മക്കളിൽ നിന്നൊക്കെ ഓടിപ്പോകുന്ന ദിവസമാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോ എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, എന്നാൽ ചില കൂട്ടരുണ്ട്, ചില മുഖങ്ങൾ അന്നേ ദിവസം പ്രസന്നമായി തെളിഞ്ഞ രൂപത്തിലായിരിക്കും, നല്ല സന്തോഷവാന്മാരായിരിക്കും.
ളാഹിഖതൻ മുസ്തബ്ശിറ, ചിരിക്കുന്നവനായിരിക്കും, സന്തോഷം കൊള്ളുന്നവനായിരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ പണ്ഡിതന്മാർ ഈ ആയത്ത് എടുത്തുകൊണ്ട് പറയുന്നുണ്ട്, എന്തിന്റെ പേരിലാ തന്റെ സഹോദരനിൽ നിന്ന് ഓടിയൊളിക്കുന്നത്? ആ സഹോദരനോട് ചെയ്ത ദുൽമിന്റെ കാരണത്താൽ, അക്രമത്തിന്റെ കാരണത്താൽ, അത് ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസത്ത് അവൻ വന്നു നിൽക്കുമ്പോൾ അതിനെ കുറിച്ച് പേടിച്ചവൻ ഓടുകയാണ്. ഉമ്മയോട് ചെയ്ത അനീതികളെ കുറിച്ച് ആലോചിച്ച് അവരിങ്ങനെ ഓടുന്ന, ഉപ്പയോട് ചെയ്ത അനീതികളെ കുറിച്ച് ആലോചിച്ച് അവരിങ്ങനെ ഓടും. മാതാപിതാക്കൾ മക്കളോട് ചെയ്ത അനീതികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഓടുമെന്നുള്ളതാണ്. അവർക്ക് പുണ്യം ചെയ്യേണ്ട മക്കളുണ്ടല്ലോ, അവരെ ദ്രോഹിക്കുന്ന മക്കളായി മാറുന്നില്ലേ? സഹോദരങ്ങൾ, ഒരു ഭാഗത്ത് ഉമ്മാനെ എനിക്ക് നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞ മക്കളുണ്ടാകുമ്പോ മറുഭാഗത്ത് വിദ്യാഭ്യാസങ്ങളുടെ ഉന്നതങ്ങളിൽ എത്തിയിട്ടും വീട്ടിലെ പട്ടിക്കൂട്ടിൽ ഉമ്മാനെ കൊണ്ടുപോയി അമ്മയെ കൊണ്ടുപോയാക്കി അതിലടച്ചിട്ട് കൂട്ടി അല്ലെ ടെക്സ്റ്റൈൽസിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും പർച്ചേസിന് വേണ്ടി പോയ മക്കളെ നമ്മൾ വായിച്ചവരാണ്. ഉമ്മാനെ, സ്വന്തം ഉമ്മയെ നാവിട്ടിട്ട് ചവിട്ടുന്ന മക്കളുടെ വാർത്ത നമ്മൾ വായിച്ചവരാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് ഇസ്ലാം കൃത്യമായി നമ്മളോട് പറഞ്ഞു തരുന്ന ചില വാചകങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വിധിക്കുകയാണ്. ഖദാഅൻ ദീനിയ, തഫ്സീറുകളിൽ കാണാം മതപരമായിട്ടുള്ള ഒരു വിധി. എന്താണ് ഒന്നാമത്തെ വിധി? അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. നിങ്ങൾ ഒന്നിനെയും മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കരുത്. കല്ലിനെ, അതല്ലെങ്കിൽ രൂപങ്ങളെ, മരങ്ങളെ, ഏതെങ്കിലും ജീവികളെ പാടില്ല, ആരാധിക്കരുത്. കിടത്തിയിട്ട് ആരാധിക്കുന്നവരാകട്ടെ, ഉയർത്തി വെച്ച് ആരാധിക്കുന്നവരാകട്ടെ, ആരാധിക്കാൻ പാടില്ല. നിങ്ങൾ ആരാധിക്കേണ്ടത് സർവ്വതിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവായ ഏകനായ റബ്ബിനെ മാത്രമായിരിക്കണം എന്ന കൃത്യമായ ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ അടിസ്ഥാനം പഠിപ്പിച്ചിട്ട് പറയാ. രണ്ടാമത്തെ കാര്യമായി വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഇന്നത്തെ തലമുറ വിചാരിച്ചത് അപ്പാന്റെ അക്കൗണ്ടിലേക്ക് ഒരു 10,000 5,000 മാസം അയച്ചു കൊടുത്താൽ ബാധ്യത തീർന്നു എന്നതാണ്. അല്ല സഹോദരങ്ങളെ, അല്ല. നിങ്ങളുടെ പണക്കെട്ടുകൾ വാപ്പാക്കും വേണ്ട. നിങ്ങളുടെ പൈസയുടെ പെരുമയോ ഏതെങ്കിലും നിലക്കുള്ള ഹുങ്ങോ അവർക്ക് ആവശ്യമില്ല. നിങ്ങൾ ആലോചിക്കേ, ഏതെങ്കിലും വലിയ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോയി എല്ലാ സൗകര്യം കൊടുത്താലും അവരോട് ചോദിച്ചൊക്കെ ഉമ്മ വാപ്പേ അവരിൽ നിന്ന് അകന്നു നിന്ന് ജീവിക്കുന്ന ജീവിതത്തിന്റെ പ്രയാസം അവർ പറയും, ഞാൻ എത്ര രാത്രികളിലാ കരഞ്ഞിട്ടുള്ളത്, ഞാനിങ്ങനെ രോഗിയായി ഇങ്ങനെ വിഷമിച്ചപ്പോ എന്റെ ഉമ്മാന്നിങ്ങനെ ഉറക്കത്തിലെ എത്ര വിളിച്ചിട്ടുണ്ട് ഉമ്മ എന്ന് അവര് പറയുന്നുണ്ടെങ്കിൽ ഇതേ വർത്തമാനം തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ പറയും, എന്റെ മോന് തടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ആ വാപ്പയും ഉമ്മയും ചിന്തിച്ചു പോയിട്ടുണ്ട്. അത് ഇളയമോന്റെ അവകാശമോ ഇളയമോന്റെ ബാധ്യതയൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനവും നിലപാടും ഉണ്ട്. തറവാട് ഇളയമോന്, വാപ്പയുമ്മ ഇളയമോന്. സഹോദരങ്ങളെ, ആരെ പഠിപ്പിച്ചേ? ഉമ്മ വാപ്പ എന്ന് പറയുന്നതിന്റെ സ്വർഗമാണെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികൾക്ക് എങ്ങനെ വാപ്പാനും ഉമ്മാനും തീരെഴുതി കൊടുക്കാൻ പറ്റാം? ആർക്കെങ്കിലും വകവെച്ചു കൊടുക്കാൻ പറ്റാം? സൗദി അറേബ്യയിൽ ഒരു കേസ് ഉണ്ടായത്രേ. എന്താണ് അത്? വാപ്പ ഉമ്മയുടെ വിഷയത്തിലെ കേസ്. മൂത്ത മകന്റെ കൂടെയാണ് വാപ്പയും ഉമ്മയും. ഇളയ മകൻ വന്നിട്ട് പറഞ്ഞു, വാപ്പാനും ഉമ്മാനെ എനിക്ക് വേണം, കുറച്ചു ദിവസം ഞാനും നോക്കട്ടെ, അതുകൊണ്ട് എനിക്ക് വേണം. മൂത്ത മോൻ പറഞ്ഞില്ല, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ തർക്കായി, കേസായി. എന്തിനാ? വാപ്പാനും ഉമ്മാനും നോക്കാൻ വേണ്ടി കേസ്. അവസാനം വിധി വന്നു, ഇളയ മോന്റെ ഒപ്പം കുറച്ചു ദിവസം പോയി നിൽക്കട്ടെ. കോടതി വരാന്തയിൽ കുട്ടിക്കരയുന്ന മൂത്ത മകനെയാണ് കാണാൻ കഴിഞ്ഞത്. നമ്മളെന്താ തല്ലാണ്? അല്ലെങ്കിൽ അവിടെ പോയിക്കോട്ടെ, കുറച്ചു ദിവസം അവിടെ പോയി ഇരുന്നാലെന്താ, കുറച്ചു ദിവസം ഇവിടെ പോയി ഇരുന്നാലെന്താ? ഉമ്മ വാപ്പ ഇങ്ങനെ കറങ്ങി നടക്ക പാവങ്ങള്. അവിടെ ഇവിടെ കൂടി 10 ദിവസം ഈ പൂച്ച കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റണ പോലെ സഹോദരങ്ങൾ ഇഷ്ടത്തോടു കൂടി പോകണമെങ്കിൽ കുഴപ്പമില്ല. ഇത് വീട്ടിലിങ്ങനെ സംസാരം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ ഒരു സംസാരം, അല്ല ഉമ്മ 3 ദിവസമായില്ലേ, എനിക്ക് എവിടെയെങ്കിലൊക്കെ പോണ്ടേ? ഭാര്യ പറയാ, എനിക്ക് എവിടെയെങ്കിലൊക്കെ പോണ്ടേ? എങ്ങോട്ട് പോകാനും? പോകേണ്ടത് കബറിലേക്കാ. അവിടെ പ്രകാശം വേണോ? ഉമ്മാനെ നോക്കിട്ടോ,
വാപ്പാനെ നോക്കിക്കോ. അതെ, അവരെ ഒന്ന് ചേർത്ത് പിടിച്ചോ. ആ പ്രകാശം കിട്ടണമെങ്കിൽ അവരോട് ഒരു നിലക്കും കയർക്കാതെ സംസാരിച്ചു. ഒരു അടിമ ഉടമയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് അനുസരിക്കാൻ തയ്യാറായിട്ടുള്ള നല്ല മക്കളായി നമ്മൾ മാറണമെന്നുള്ളതാണ്. സലഫുകൾ പറയാ, ഞങ്ങൾ അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കാറുണ്ടായിരുന്നില്ല. അവരോടുള്ള വെറുപ്പൊന്നുമില്ല, മറിച്ച് അവര് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്ഷണം അവരെടുക്കുന്നതിന് മുമ്പ് ഞങ്ങളെങ്ങാനും എടുക്കാലോ, അവര് കൊതിച്ചു വെച്ച ഏതെങ്കിലും ഒരു ഭക്ഷണം അവരെടുക്കുന്നതിന് മുമ്പ് ഞങ്ങളെങ്ങാനും എടുത്താൽ അത് കിട്ടാതെ അവർക്ക് പോകല്ലോ എന്ന പേടിയായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ കൂടെ ഇരിക്കാറുണ്ടായിരുന്നില്ല എന്നത് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, ഞാൻ എങ്ങനെയാണ് എന്റെ ഉമ്മാനോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വബിൽവാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ, അവരിൽ ഒരാളോ രണ്ടുപേരോ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ 20-30 വർഷം ഗൾഫിൽ പോയി അധ്വാനിച്ച് പണിയെടുത്ത് ക്ഷീണിച്ച് എല്ലാം കുടുംബത്തിനു വേണ്ടി ത്യാഗം സഹിച്ച് അല്ലെ വന്ന് വീട്ടിൽ ഇങ്ങനെ ഇരിക്കണം. എല്ലാ മക്കൾക്ക് എഴുതി കൊടുത്തു, ഈ മക്കളല്ലേ അവര് ജീവിക്കട്ടെ. അങ്ങനെ ഇങ്ങനെ കോലായിൽ ഇരിക്കുമ്പോഴാ പേരക്കുട്ടികൾ ഇങ്ങനെ ഓടി വന്ന് വെല്ലുപ്പാന്ന് പറഞ്ഞ് അടുത്ത് വന്നപ്പോ മിഠായി വേണമെന്ന് വാശി പിടിച്ചപ്പോ മോന്റെ കമന്റ്, ഉപ്പാന്റെ ഒന്നുമില്ല, ഉപ്പ പഠിക്കൊന്നും പോണില്ലല്ലോ, അപ്പൊ ഈ കസേരയിൽ വെറുതെ ഇരിക്കൽ ഉപ്പാക്കത്തെ സുഖം. ഉപ്പാക്കത്തെ സുഖം സഹോദരങ്ങളെ, അത് ഉണ്ടല്ലോ, ഒരു കത്തിയെടുത്ത് ഉപ്പാന്റെ നെഞ്ചകത്ത് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും മുറിവുള്ള, ഏറ്റവും അപകടം പിടിച്ച, നന്ദിയില്ലാത്ത മകന്റെ വാചകമാണ് ആ വർത്തമാനമൊക്കെ. നമുക്കിങ്ങനെ പറഞ്ഞാൽ മതി, അതൊക്കെ ഏൽക്കുന്നത് എത്ര ആഴത്തിലാണെന്നറിയോ. അതുകൊണ്ട് ഉപ്പാന്റെ കീസിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ മക്കളെ നിങ്ങൾ ഉണ്ടാക്കിക്കരുതട്ടോ. ഒരു ഉപ്പയും മക്കൾക്ക് തന്റെ കാലം കഴിയുമ്പോൾ അവർക്ക് കിട്ടിക്കോളും. വാസ്തവത്താണ്, നിങ്ങളുടെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലശേഷ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ എഴുതി വെച്ച് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ ഇസ്ലാം കൃത്യമായി വിവാഹനം ചെയ്ത കൃത്യമായ രൂപമുണ്ട്. ആ രൂപത്തിൽ മരിച്ചു കഴിയുമ്പോൾ അവരെടുക്കാതിരിക്കുക. എന്തുകൊണ്ട് ചെയ്തോട്ടെ? ജീവിച്ചിരിക്കുമ്പോൾ എത്ര സ്നേഹനിധികളാണെങ്കിൽ പോലും വേണ്ട സഹോദരങ്ങളെ, എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാം അത് പഠിപ്പിക്കണമില്ല. ഇല്ല, ഇസ്ലാമിലെ വിവാഹത്ത് അല്ലെങ്കിൽ അനന്തര സ്വത്ത് എന്ന് പറയുമ്പോൾ അയാൾ മരിച്ചിട്ട് അയാളുടെ സ്വത്ത് വീതം വെക്കുക എന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ മാതാപിതാക്കളോട് ഒരു ഉഫ്ഫിൻ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. അറബി ഭാഷയിലെ ഏറ്റവും നിസ്സാരമായ ഒരു വാക്കാണ് ഉഫ് എന്നുള്ളത്. അതുപോലും മാതാപിതാക്കളോട് പറയാൻ പാടില്ല, അതുപോലും പറയാൻ പാടില്ല. അവരോട് കയർക്കാൻ പാടില്ല, അവരോട് അവരുടെ ശബ്ദത്തിന് മുകളിൽ സംസാരിക്കരുത്, എതിർക്കരുത്. അവരോട് മാന്യമായ വാക്കു പറയണം. പക്ഷേ വാപ്പാക്ക് ഇന്നത്തെ കച്ചവടത്തിന്റെ രീതികൾ അറിയില്ല, വാപ്പാക്ക് ഇന്നത്തെ സാഹചര്യങ്ങൾ അറിയില്ല, ശരിയാണ്. പക്ഷെ വാപ്പ പറയുന്നത് കേൾക്കണം. ഉപ്പാന്റെ മുമ്പിൽ നല്ലൊരു മകനായി വാപ്പ പറയുന്ന വാചകങ്ങളെ കേട്ടിരുന്ന് എന്നിട്ട് ഉപ്പാനോട് പറയണം, ഉപ്പ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്ത കുറച്ചും കൂടി ഒക്കെ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്, ഉപ്പാടെ അഭിപ്രായം എന്താ? ചെയ്തോട്ടെ. ഇപ്പൊ പറയാൻ ചെയ്തോ, എന്നാ കൊടുക്കൂല, അങ്ങനെ അറിയുകയും ചെയ്തോ, ബോധ്യപ്പെടുകയും ചെയ്തോ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഉപ്പ ഒരു വീട് വെക്കാവുന്നുണ്ടോ, എന്താ അഭിപ്രായം? മക്കയല്ലേ മക്കടാ, എന്തൊരു സന്തോഷം, എന്തൊരു ആനന്ദമായിരിക്കും. ഒരു ജോലി കിട്ടിയിട്ടുണ്ട് ഉപ്പ. എന്നതാണ് ജോലി? ഹറാമൊന്നുമില്ലല്ലോ, ഇല്ല, ഹലാലായ മാർഗം. അതെ, അൽഹംദുലില്ലാഹ്. നീ പോയോക്ക്, ഇതിലൊക്കെയുണ്ടെങ്കിൽ എന്തൊരു സന്തോഷിക്കും. ഇതൊക്കെയല്ലേ സഹോദരങ്ങളെ വൈബ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ജീവിതം, ഇതൊക്കെയാണ് ജീവിതം. നമുക്ക് വേണ്ടി എല്ലാം വിട്ടൊഴിഞ്ഞ് നമ്മെ കാക്കുന്ന ചെറിയ കുട്ടികളുള്ള പാരന്റ്സുകളെ കണ്ടിട്ടുണ്ടോ? കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോ അല്ലേ, ഉമ്മാനെ കണ്ടില്ലെങ്കിൽ കുട്ടി കരയാ, ഇങ്ങനെ ഓടി വരാം, എവിടെ നിന്നാണെങ്കിലും എടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ. ആ ഉമ്മ എപ്പോഴും ഇങ്ങനെ എടുത്ത് കിടക്കുന്നുണ്ട്, ഉമ്മാന്റെ മേത്ത് മൂത്രയിക്കുന്നുണ്ട്, ഉമ്മാന്റെ മേത്ത് പലതും ആ ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ ചാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു എന്ന് മറക്കാതിരിക്കുന്നതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ ചിന്ത. ഞാനിങ്ങനെ ഉമ്മാന്റെ ഒപ്പത്ത് ഇങ്ങനെ ചേർന്ന് പറ്റിപ്പിടിച്ച് ഒരു തങ്കാല് കുഞ്ഞ് ചേർന്നതിന്റെ വയറിനുള്ളിൽ രാഗിനുള്ളിൽ ഇരിക്കുന്നത് പോലെ എന്റെ ഉമ്മാന്റെ കൂടെ എത്ര ഞാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന ചിന്ത സഹോദരങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടോ?
നമുക്കുണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പറത്താറായപ്പോ ഒരു ഞായറാഴ്ചയോ ഒരു അവധി ദിവസം ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് പോയി ഇരുന്ന് ഉപ്പാന്റെ കൂടെ ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് എത്ര നാളായി? ഉമ്മ എത്ര നാളായി വിളിക്കണം നമ്മള് പോണില്ല. ഉപ്പയുമായിട്ട് എന്തോ വാക്ക് തർക്കുണ്ടായിട്ട് അന്ന് പോകാൻ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. സഹോദരങ്ങൾ, ആരോടായി പണക്കം? എപ്പോഴായി പണക്കം തീർക്കങ്ങള്? എപ്പോഴാ ഈ പണക്കങ്ങളൊക്കെ തീർക്കാം? സഹോദരങ്ങളെ, അവരോടുള്ള വിറ്, അവരോടുള്ള പുണ്യം അവർ ജീവിച്ചിരിക്കുമ്പോഴാ ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ. അവരിലേക്ക് പോയിട്ട് ഒന്ന് ഒരുമിച്ചിരിക്കാമായിരുന്നു, ഒന്ന് അടുത്ത് ചെന്ന് സലാം പറയാമായിരുന്നു, ഉപ്പാന്റെ വടിയൊന്ന് കടത്താമായിരുന്നു, ചേർത്ത് പിടിച്ച് മുത്തം കൊടുത്തായിരുന്നു എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. സഹോദരങ്ങളെ, പറ്റുന്ന സമയത്ത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. നിസ്കാരം കഴിഞ്ഞിരുന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമ്മൾ ആ സമയത്തെ പ്രയോജനപ്പെടുത്തുമ്പോ എല്ലാം ദുആയി കഴിഞ്ഞു, എഴുന്നേക്കാറായിട്ടുണ്ട്, പോകാൻ റെഡിയായിട്ടുണ്ട്. 3 പ്രാവശ്യം റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നമുക്ക് പറ്റണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രൂപമുണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു, വഖദാ റബ്ബുക ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് മനുഷ്യൻ ചോദിക്കുന്നുണ്ട്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കാം, അന്നഹു സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അയ്യുൽ അമലി അഫ്ദൽ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ ഏത് അമലാണ് അഫ്ദലായിട്ടുള്ളത് പ്രവാചകരെ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. പിന്നെ പിന്നെ ഏതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. മറ്റൊരു ഹദീസിൽ കാണാം, റഗിമ അൻഫ്, അല്ലാഹുവിന്റെ റസൂൽ പറയാ, നശിക്കട്ടെ, നാശമുണ്ടാകട്ടെ, അവന്റെ തല മൂക്ക് നിലത്ത് പതിക്കട്ടെ. എന്താണ് കാരണം? സഹോദരങ്ങളെ, അവന് മാതാപിതാക്കളെ ഒരാളെയോ രണ്ടുപേരെയോ പ്രായമായി പിച്ചുപേയും പറയുന്ന അതല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ സമയത്ത് അവർ രണ്ടുപേരെയും അവന്റെ അടുക്കൽ കിട്ടിയിട്ട് എന്നിട്ടോ അത് മുഖേന സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാത്തവർക്ക് നാശമുണ്ടാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയാൻ, മാതാപിതാക്കൾ പ്രായമായി അടുത്തുള്ളപ്പോൾ അവർ നിനക്കുള്ള സ്വർഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഭാരമല്ല, അതൊരു ബുദ്ധിമുട്ടല്ല, അവരെ ചേർത്ത് പിടിക്കണം. പണ്ടൊരു സംഭവം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, വാപ്പാടെ കൈയിനെ വറക്കണ ഒരവസ്ഥത്തിപ്പോ അപ്പാക്ക് വേണ്ടി മോനെന്ത് ചെയ്തു, ഒരു മരത്തിന്റെ പ്ലേറ്റ് റെഡിയാക്കി വാപ്പാന്റെ കയ്യിലിങ്ങനെ കൊടുത്തു. പാപ്പാന്റെ കയ്യിൽ കൊടുത്തിട്ട് വാപ്പാക്ക് ഇതിന്റെ ഇതുകൊണ്ട ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് 2-3 ഡയലോഗൊക്കെ പറഞ്ഞു. പാപ്പ ഇങ്ങനെ വിഷമിച്ച് പാപ്പ ഭക്ഷണത്തിൽ ഇങ്ങനെ കഴിക്കണുണ്ട്. കഴിച്ച് ജോലിക്ക് പോയ മകൻ തിരിച്ചു വരുമ്പോ തന്റെ കുട്ടി എന്തോ ഒരു പണി എടുക്കുന്നത് കാണുന്നുണ്ട്. എന്താ പണി നോക്കിയപ്പോ അവരൊരു പ്ലേറ്റ് ഉണ്ടാക്കാം. കൗതുകത്തോടു കൂടി ഈ മകൻ തന്റെ പേരക്കുട്ടിയോട് ചോദിച്ചു, തന്റെ മകനോട് ചോദിച്ചു, മോനെ നീ എന്തിനാ ഈ പ്ലേറ്റ് ഉണ്ടാക്കണേ? പാപ്പ, നിങ്ങളിപ്പോ വെല്ലുപ്പാക്ക് ഒരു പ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തില്ലേ? ഞാനൊക്കെ വലുതാകുമ്പോ കുറച്ചുകൂടിയൊക്കെ ജോലിയെ കിട്ടി തിരക്കാണെങ്കിൽ എനിക്ക് വാപ്പാക്ക് വേണ്ടി അന്ന് പ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലോ, ഞാൻ ഇന്ന് വാപ്പാക്ക് വേണ്ടി പ്ലേറ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്ന മകനെ കണ്ട സഹോദരങ്ങളെ, ഇത് ആവർത്തിക്കപ്പെടും. നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ, എത്ര ക്രൂരമായി നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, അത് നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ കാണുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അനുഭവിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, എന്റെ ഉപ്പാനെ ഞാൻ ചെയ്തത്, എന്റെ ഉമ്മാനെ ഞാൻ ചെയ്തത്. ചിലരൊക്കെ ഈ അമ്മായിയമ്മാന്നൊക്കെ വിളിക്കും ഭർത്താവിന്റെ ഉമ്മാനെ അല്ലേ. എന്നിട്ട് ഇങ്ങനെ തന്റെ മകൻ കിട്ടിക്കൊണ്ടു വന്നിട്ട് മരുമോളുടെ അടുത്തുനിന്ന് കുറെ ചീത്ത കേൾക്കുമ്പോൾ ഇവര് പറയും അറിയാതെ അല്ലേ, ഞാൻ ചെയ്തതിന് പകരം കിട്ടേണ്ടത്. ഞാൻ എന്തൊക്കെയാ ഉമ്മാനെ പറഞ്ഞത്, ഞാൻ എന്തൊക്കെയാ ഉമ്മാനെ പറഞ്ഞേ? സഹോദരങ്ങളെ, എന്താ റസൂൽ പറയാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശിദ്ദി മാ ഫഅൽതു.
അല്ലാഹു റസൂലിന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ ഫഅൽതു. ഞാൻ പ്രവർത്തിച്ചതിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. എല്ലാത്തിനും പ്രാർത്ഥന നമ്മൾ ചെയ്തതിനൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടും. ഏത് ദോഷമാണെങ്കിൽ ഇത് ദോഷമായി തന്നെ കിട്ടും എന്ന് ഈ പ്രാർത്ഥനയൊക്കെ നമ്മളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റണം. സ്വർഗത്തിൽ പോകില്ല, സ്വർഗത്തിൽ പോകില്ല. ആരാണെന്നറിയോ? അതിൽ എണ്ണി പറഞ്ഞ ഒരാളാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ. പ്രായാകുമ്പോ ചിലപ്പോ ഇങ്ങനെ എറാത്തിങ്ങനെ ഇരുന്ന് ആ കഫ ഇങ്ങനെ വന്നപ്പോ ഒന്ന് കാർപ്പിച്ചിട്ട് അത് ആ കസേരയിൽ നിന്ന് തുപ്പിയപ്പോ ആ സ്റ്റെപ്പിലൊന്ന് വീണിട്ടുണ്ടാവും. എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഒന്നുമില്ല അപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പ ഒന്നുമില്ല. എനി തുപ്പുമ്പോ ഈ പാത്രത്തിൽ തുപ്പിപ്പോ അപ്പാടെ അടുത്ത് പാത്രം കൊണ്ടുവച്ച് ആ കഫുണ്ടല്ലോ അതിങ്ങനെ വെള്ളമെടുത്ത് കൊണ്ടുവന്നിട്ട് തുണിയെടുത്ത് ഇങ്ങനെ തുടച്ചിങ്ങനെ മാറ്റുകൊണ്ടല്ലോ കിട്ടുന്നതാണ് സ്വർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് ആര് വിജയിച്ചോ അവരെ രക്ഷപ്പെടും. അവിടെ കുറെ ചീത്ത പറഞ്ഞ് വാപ്പാനെ ഓർപ്പിച്ച് വാപ്പാന്റെ പ്രാർത്ഥനക്ക് എതിരായിട്ടുള്ള പ്രാർത്ഥന കിട്ടി അല്ലെ? അങ്ങനൊന്നും വേണ്ട സഹോദരങ്ങളെ. കുറച്ചാള് നമ്മളൊക്കെ ആ ക്ഷമിക്കുന്നതിനാണ് നമുക്ക് സ്വർഗം ലഭിക്കുക എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ മേൽ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറയാം, അവർ നിങ്ങളെ അവരുടെ നല്ല പ്രായത്തിൽ പലയിടങ്ങളിലേക്കും കൊണ്ടുപോയവരാണ്. അവർക്ക് പലയിടത്തും പോകണമെന്നുണ്ട്, അവരുടെ കൂട്ടുകാരെ കാണുന്നുണ്ട്, കുടുംബക്കാരെ കാണുന്നുണ്ട്, അനിയന്മാരെ കാണുന്നുണ്ട്, ജ്യേഷ്ഠന്റെ വീട്ടിൽ വാപ്പാക്ക് പോകണമെന്നുണ്ട്, ഉമ്മാക്ക് ഉമ്മാന്റെ അനിയത്തിനൊന്ന് കാണുന്നുണ്ട്, മുത്തുമാനെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിനൊന്ന് കാണുന്നുണ്ട്, പലയിടത്തേക്കും പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു ഒഴിവ് സമയത്ത് ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള വാഹനം എടുത്ത് ചേർന്നിട്ടേ ഉമ്മ നമുക്ക് അവിടെ പോയല്ലേ, എന്താ അഭിപ്രായം വല്ലണ്ടോ പോയല്ലോ? അതിപ്പോ ഉമ്മ കല്യൊക്കെ പിടിച്ച് ഉമ്മാനെ വണ്ടിയിലാണ് കയറ്റിയിട്ട് നമ്മളിങ്ങനെ പോവുക മുത്തുമാന വീട്ടിലേക്ക്. മുത്തുമാനെ കാണുമ്പോ അവരിങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോ അവര് വെറുതെ ഇരുന്ന് അനുഭവിച്ച രോഗങ്ങളും വെറുതെ ഇരുന്ന് ആലോചിച്ച് കൂട്ടിയ കുറെ കാര്യങ്ങളൊക്കെ മറന്ന് അവരിങ്ങനെ ചിരിക്കുമ്പോ സഹോദരൻ ആ ചിരി മതി നമുക്ക് സ്വർഗം കിട്ടാൻ. ആ സന്തോഷം മതി നമ്മുടെ ജീവിതത്തിൽ പലതും ഓർക്കാൻ. ഉമ്മ മരിച്ചിട്ട് കിടക്കുമ്പോ റബ്ബേ അൽഹംദുലില്ലാ ഞാൻ ഉമ്മാക്ക് വേണ്ടി എനിക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോഴാ വപ്പാന് ഒരു രോഗാണെന്നറിഞ്ഞത്, ക്യാൻസറാണ്. 6 മാസം കൂടെ ഒരുപക്ഷെ വാപ്പ ജീവിക്കും, ഒരുപക്ഷെ. അന്നാന്റെ കഥ എത്രയെന്നറിയില്ല. ഡോക്ടർ പറഞ്ഞു ഒരു 6 മാസം കൂടി വന്ന പോകുള്ളൂ. അതിനാണ് ഇപ്പോ കണക്ക് മനസ്സിലാവുന്നത് ഇല്ലേ? 2 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ഗൾഫിലെ ജോലി ഈ മകൻ തീരുമാനിക്കാൻ എനിക്ക് ആ ജോലി ഇപ്പൊ വേണ്ടതായിരുന്നു. അവൻ റിസൈൻ ചെയ്തു. 6 മാസത്തേക്ക് ഇനി ഒരു ജോലിയില്ല, ഗൾഫ് ജീവിതം മതിയാക്കി അവൻ തിരിച്ചു പോന്നു. അവന്റെ ഉപ്പാന്റെ അടുക്കലിരുന്നു. വേദനിക്കുന്ന സമയത്ത് ഉപ്പാന്റെ തലയിൽ തലോടാൻ ആ കുഞ്ഞുമോൻ അടുത്തുണ്ടായിരുന്നു. 6 മാസം ഉപ്പാന്റെ കൂടെ 6-7 മാസം ഇപ്പൊ ജീവിക്കുമ്പോ ഒപ്പം എല്ലാത്തിനും ഉപ്പാന്റെ കൂടെ നിന്ന് ഉപ്പാന്റെ മരണം അത് സംഭവിച്ചു. ഉപ്പാക്ക് വേണ്ടി ഇമാമ് നിന്നു, ഖബറിലേക്ക് ഇറക്കി വെച്ചു, തസ്ബീഹ് ചൊല്ലി ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, അവന് കിട്ടേണ്ട ലക്ഷക്കണക്കിന് രൂപയേക്കാൾ എന്ന് പലപ്പോഴും ഹദീസുകളിൽ ഉണ്ടല്ലോ. ആ ലക്ഷക്കണക്കിനൊക്കെ എണ്ണപ്പെടാത്തതിനപ്പുറമുള്ള സ്വർഗം അവന് കിട്ടാൻ വേണ്ടി അവന്റെ ത്യാഗം എത്രയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ഞാൻ എന്റെ ഉപ്പാക്ക് വേണ്ടി എന്ത് ചെയ്തു, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി എന്ത് ചെയ്തു. മരണപ്പെട്ട മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെ ഒരു തോതാണ് അവരുടെ കൂട്ടുകാരെ പരിഗണിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവര് മുഖേന അടുക്കേണ്ട കുടുംബങ്ങളെ, അവര് പോയിരുന്ന കുടുംബങ്ങൾ, അവര് സന്ദർശിച്ചിരുന്ന ബന്ധുക്കൾ, അവര് നമ്മൾ പോയി സന്ദർശിക്കുക. ആ ബന്ധുക്ക നിലനിർത്താൻ മക്കൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇന്നാളോ ഇന്നാളാണ് കുടുംബ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക, ബന്ധങ്ങളിൽ ഊഷ്മളത കണ്ടെത്തുക, അവിടെ ചേർന്നിരിക്കുന്നിടത്ത് സന്തോഷം കണ്ടെത്തുക, അവിടെ ചേർന്നിരിക്കാൻ പഠിപ്പിക്കുക. കുടുംബക്കാർ തമ്മിൽ പോയാലും
മക്കളെ കാണില്ല, റൂമിൽ മൊബൈൽ എടുത്ത് ഒരുമിച്ചിരുന്ന് അവിടെ നിന്നെന്തോ ഗെയിമുകളിയും ഒക്കെയാണ്. പിള്ളേരൊന്നും ഒന്നും അടുത്ത് വരുന്നില്ല, ആരായിട്ട് സംസാരിക്കുന്നില്ല. സഹോദരങ്ങളെ, ചിന്തിക്കണം, ആലോചിക്കണം, ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാതാപിതാക്കളെ നന്നായി നോക്കുന്ന നല്ല മക്കളിൽ നമ്മെല്ലാവരെയും അല്ലാഹു ചേർക്കുമാറാകട്ടെ. الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ പരിഗണിക്കണം, മാതാപിതാക്കളെ നന്നായി നോക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ പുലർത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. ഒന്ന്, തൃശൂർ മണ്ഡലം മുജാഹിദ് ആദർശ സമ്മേളനമാണ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച 5 മണിക്ക് താലി സെന്ററിൽ വെച്ച് കൂട്ടും. യഥാർത്ഥത്തിൽ പണ്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ തൗഹീദ് പ്രബോധനം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒന്നാമതായി കടന്നു വന്ന വ്യക്തിത്വങ്ങളിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് പോകുമ്പോൾ പ്രവാചകന്റെ കൂടെ പോകാനും ഇരിക്കാനും ഈ ആദർശത്തിന്റെ ഒപ്പം നിൽക്കാനും ഒക്കെ ആഗ്രഹിച്ച സ്വഹാബികൾ എത്ര നന്മകളും എത്ര മുന്നിൽ പോയവരുമാണ് എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പരിപാടി നടക്കുന്ന ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, റോഡ് സൈഡിൽ നിന്ന് 5-6 പേരിലേക്ക് പോയി അവിടെ ഇരിക്കായിരുന്നു. നമ്മളൊരു പ്രോഗ്രാം വെക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ആദർശ രംഗത്ത് തൗഹീദ് വിഭാവനം ചെയ്യുന്ന, വിളിച്ചു പറയുന്ന സ്ഥലത്ത് നമ്മുടെ ദഅവത്ത് എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രസംഗിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണമെന്നില്ല, അതല്ലെങ്കിൽ ആയത്തോതി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയണമെന്നില്ല. നമുക്ക് കഴിയുന്ന ഒരു പരിപാടി ആ കസേരയിൽ പോയി നീങ്ങുന്ന ആ സദസ്സിനെ, ആ ഇൽമിനെ, അവിടെ കിട്ടുന്ന ഇൽമിനെ സ്വായത്തമാക്കുക എന്നത് ഒരാൾ ഇൽമ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അല്ലാഹു അവന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ നല്ല നിയത്തോട് കൂടി ഈ ഒരു പ്രോഗ്രാമിൽ കുടുംബസമേതം നമ്മൾ പങ്കെടുക്കണം. മക്കളെയൊക്കെ കൊണ്ടുപോകണം. എന്നിട്ട് ആദർശം എന്താണ്, തൗഹീദ് എന്താണ് അവർ പഠിക്കണം. ഒരു ആപ്പാക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളിൽ ഒന്നാണ് ആദർശം. യാക്കൂബ് നബി അലൈഹിസ്സലാം മരിക്കാൻ നേരത്ത് മക്കളെ വിളിച്ച് ചോദിച്ചെന്താ, മക്കളെ എന്റെ സ്വത്ത് ഇങ്ങനെ കച്ചവടം ഒന്നുമല്ല, എനിക്ക് ശേഷം നിങ്ങൾ ആരാധിക്കും? 12 മക്കളിനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കാം, ആരാധിക്കും മക്കളെ? അവര് പറഞ്ഞു, ഞങ്ങൾ താങ്കൾ ആരാധിച്ചാൽ, അല്ലെ, ആ റബ്ബിനെ, ഏകനായ അല്ലാഹുവിനെ ഞങ്ങൾ ആരാധിക്കും. എത്ര സന്തോഷം ഉപ്പാക്ക് കിട്ടാൻ. ഇത് എവിടുന്ന കിട്ടാൻ? നമ്മളൊപ്പം കൊണ്ട് നടന്നാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് കുടുംബസമേതം അതിലൊന്നും പങ്കെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. 2ാമതായി ഓർമ്മപ്പെടുത്താൻ നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട അതിന്റെ പാരന്റ്സ് മീറ്റിംഗ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച തന്നെയാണ്. 2 മണിക്ക് 9 മണിക്ക് രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന പാരന്റ്സ് മീറ്റിംഗ്. പൊതുവെ മദ്രസകളിലൊക്കെ നമ്മൾ കാണുന്ന പാരന്റ്സ് മീറ്റിംഗിലൊന്നും മാതാപിതാക്കളെ കാണൽ കുറവാണ്, വലിയ പരാജയമാണ്. സഹോദരങ്ങൾ, നമ്മുടെ മക്കൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ട ആരാധന മുറകളെ കൃത്യമായി ദീനിനെ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസം, അത് എന്റെ മകൻ എവിടെ നിൽക്കുന്നു എന്ന് അറിയാൻ കൊതിക്കാത്ത വാപ്പ ആ കുട്ടീനെ എന്തിനാ വളർത്തുന്നത്? നിങ്ങൾ ആലോചിക്കുക. അത് അറിയാൻ കൊതിക്കാത്ത ഉമ്മ എന്തിനാ കുട്ടീനെ വളർത്തുന്നത്? എന്നൊന്ന് ചിന്തിച്ചു. ഏറ്റവും അധികം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതും ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടതും എന്തിനാണ്? അത് വിദ്യാഭ്യാസത്തിനല്ലേ. എന്നാൽ ഇന്ന് എന്താണ്, പല കാരണങ്ങളാണ് വരാതിരിക്കാൻ. നമ്മൾ വരാൻ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് ചിന്തിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു പാരന്റ്സ് മീറ്റിംഗിനും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു പാരന്റ്സ് മീറ്റിംഗ് കൃത്യമായി 9 മണിക്ക് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ രംഗം അറിയാൻ പല അപകടങ്ങളും ഇന്ന് മക്കളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ബോധ്യപ്പെടുത്താനും ഒരു പാരന്റ്സ് മീറ്റിംഗ് വിളിക്കുമ്പോൾ പരസ്പരം മക്കളെ കുറിച്ചൊക്കെ അവരുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാനൊക്കെ, അവൻ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാനൊക്കെ സ്ത്രീകളുണ്ടോ കുറച്ച് എന്താ കാരണം, അവന്റെ പരലോകം വിജയിക്കാനുള്ള ഇടങ്ങളിൽ ഒന്ന് ഇടപെടാൻ നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കണ വാപ്പാന്ന് പറഞ്ഞിട്ട്
ഉമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനും ജീവിക്കണം? നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് ആ ഒരു വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ കൃത്യമായ ഒരു ശ്രദ്ധയും ആ ഒരു പ്രോഗ്രാമിൽ നമ്മളൊക്കെ വരണം. അതേപോലെ തന്നെ മൂന്നാമത് ഗൗരവമുള്ള ഒരു വിഷയമാണ് SIR എന്ന് പറഞ്ഞ് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ ബൂത്ത് ലെവൽ ഓഫീസറുമായിട്ടൊന്ന് നമ്മൾ